വില്ലൻ വേഷങ്ങളിലൂടെ നമ്മെ ഭയപ്പെടുത്തിയ അമ്പരപ്പെടുത്തിയ തെലുങ്ക് നടൻ കോട്ട ശ്രീനിവാസറാവു അന്തരിച്ചു. ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വിവിധ ഭാഷകളിലായി 750-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ വില്ലൻ വേഷങ്ങളാണ് ശ്രദ്ധേയം. 1942 ജൂലൈ 10 വിജയവാഡയിലാണ് കോട്ട ശ്രീനിവാസറാവു ജനിച്ചത്. പിതാവിനെപ്പോലെ ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും അഭിനയമോഹം അതിനനുവദിച്ചില്ല. 1978 പ്രണം ഖരീബു എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസറാവു സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീടങ്ങോട്ട് നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം തെലുങ്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു. തെലുങ്കിനു പുറമെ ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം ചിത്രങ്ങളിലും ശ്രീനിവാസറാവു അഭിനയിച്ചു. സാമി, തിരുപ്പാച്ചി, കോ തുടങ്ങിയ തമിഴിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങളിലൂടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള തെന്നിന്ത്യക്കാർക്ക് ശ്രീനിവാസറാവുവിനെ പരിചയം. മമ്മൂട്ടിയെ നായകനാക്കി ജയരാജ് സംവിധാനം ചെയ്ത് 2011 പുറത്തിറങ്ങിയ ദി ട്രെയിൻ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ചത്. യോഗേഷ് തിവാരി എന്നായിരുന്നു ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. ഗായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിലും കോട്ട ശ്രീനിവാസറാവു മികവ് തെളിയിച്ചിട്ടുണ്ട്. 1999 മുതൽ 2004 വരെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ഈസ്റ്റ് മണ്ഡലത്തിലെ MLA ആയും അദ്ദേഹം രാഷ്ട്രീയത്തിലും തിളങ്ങി നിന്നു. 2015 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു.